നാട്ടിലേക്ക് ആദ്യമായിട്ട് പോവാണ്. ഉണ്ണിക്കുട്ടാ, അത് മുഖം വലിയ രസമൊന്നുമില്ല. ഉണ്ണി പോണ്ട, നമുക്ക് നാട്ടിൽ പോണ്ടേ? പോണ്ടേ? ഇവിടെ നിക്ക, ഇവിടെ നിക്കണോ? സിംഗപ്പൂരിൽ നിക്കാനാണോ? ആണോ? നാട്ടിൽ പോണ്ടേ? നാട്ടിൽ പോണ്ടേ പൊന്നാ? അങ്ങനെ അവനെ ഞങ്ങൾ ആദ്യമായിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോവാണ്. നാട്ടിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംഗപ്പൂരിൽ നിന്ന് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യമായിട്ട് അവൻ വിമാനത്തിൽ കയറുകയാണ്. അപ്പോൾ ഞങ്ങൾക്കും എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഒരു കുഞ്ഞിനെയും കൊണ്ട്, ഇത്രയും ചെറിയൊരു കുട്ടിയെയും കൊണ്ട് വിമാനത്തിൽ പോകുക എന്നുള്ള ആ ഒരു അനുഭവം ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും സീതൂസ് ക്രാഫ്റ്റി ക്യൂസിൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. അന്നത്തെ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളുള്ളതാണ് കേട്ടോ. രസകരം എന്ന് പറഞ്ഞാൽ അന്ന് കുറച്ച് ടെൻഷനായിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടിലേക്ക് പോരാൻ ലഗേജസൊക്കെ വയ്ക്കാൻ പറ്റുന്ന ഒരു ഫാമിലി കാറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഉണ്ണിക്കുട്ടൻ്റെ സ്ട്രോളറും മറ്റുള്ള ഞങ്ങളുടെ ബാഗും ഒക്കെ ഉണ്ടല്ലോ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് അവർ കുറച്ച് സമയങ്ങൾ, ഒരു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ ആ ഒരു ബുക്കിംഗ് അവർ ക്യാൻസൽ ചെയ്തു. പെട്ടെന്ന് തന്നെ ഒരു ഫാമിലി കാർ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമായിരുന്നു. ഞങ്ങൾക്ക് നടക്കുന്നുണ്ടായിരുന്നില്ല അത്. 2 കാറ് ഞങ്ങൾ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി നെക്സ്റ്റ് ആയിട്ട്. പക്ഷേ അതും പോസിബിളായിട്ടൊന്നും വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ക്രിസ്മസൊക്കെ ആ ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. ഒന്നും ഞങ്ങൾക്ക് വിചാരിച്ച പോലെ ഒക്കെ ക്യാൻസലായിട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു. ശരിക്കും വിചാരിച്ചു ഞങ്ങളുടെ ആ ഫ്ലൈറ്റ് ഞങ്ങൾക്ക് മിസ്സാകുമോ എന്നൊക്കെ ഒരു ടെൻഷനൊക്കെ ചെറുതായിട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ലൈഫിലേക്ക് ഒരു ദേവദൂതൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന വിനിച്ചേട്ടൻ ഞങ്ങളൊരു എന്താ പറയുക നന്നായിട്ട് സഹായിച്ചു ആ സമയത്ത്. ചേട്ടനോട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കയ്യിൽ വണ്ടി ഉണ്ടോ, പെട്ടെന്ന് തന്നെ ഒന്ന് വരാൻ പറ്റുമോ, ഞങ്ങളിങ്ങനെ എയർപോർട്ടിലാക്കണമെന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, നമ്മുടെ ആ ചേട്ടൻ ആൾ ഓടിക്കുന്നത് ട്രക്കാണ് കേട്ടോ. ആ സമയത്ത് ആൾ ആ ട്രക്കും പിടിച്ച് ഞങ്ങളെയും കൊണ്ട് എയർപോർട്ടിലേക്ക് വന്നു. ആ ഒരു യാത്ര ഉണ്ണിക്കുട്ടൻ്റെ ആദ്യത്തെ ട്രക്ക് യാത്രയായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ദൂരം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലോറിയിൽ, നമ്മുടെ നാട്ടിലെ ലോറി എന്ന് വേണമെങ്കിൽ പറയാം, ആ ലോറിയിൽ പോകുന്നത്. കാരണം അച്ഛന് വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ നമുക്ക് പോസിബിളാണ്. നമ്മൾ വീട്ടിലേക്കൊക്കെ ടൗണിൽ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ വീട്ടിലേക്ക് വരിക, അങ്ങനെയുള്ളതൊക്കെ ചെറുതായിട്ട് ചെറിയ കുട്ടികളായിരുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈഫിലൊക്കെ ഇതുപോലെ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, മാജിക്ക്. അതുപോലെയായിരുന്നു അന്നത്തെ ദിവസം ആ വിനിച്ചേട്ടൻ്റെ വരവ്. ഞങ്ങളുടെ ഏറ്റവും രസകരമായിട്ടുള്ള എയർപോർട്ടിൽ ഞങ്ങളെ എത്തിയതും അദ്ദേഹം നന്നായിട്ട് ഞങ്ങളെ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ ലഗേജസ് എടുത്ത് വയ്ക്കാനും കുഞ്ഞിനെ കൊണ്ട് നിങ്ങൾ സമാധാനമായിട്ട് സേഫായിട്ട് അവിടെ എത്തിച്ചേരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഈ ഒരു അവസരത്തിൽ ഞാൻ ആ ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും നന്ദി പറയുകയാണ്. എല്ലാ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിനുണ്ടാവട്ടെ. ഞങ്ങൾ വിചാരിച്ചതിലും നേരത്തെ തന്നെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ രാത്രിയിൽ പോവാം, അത് രാത്രിയിൽ ആ ഒരു യാത്രയായിരുന്നു തിരഞ്ഞെടുത്തത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൈറ്റിൽ ഇരുന്നിട്ടുള്ള ആ ബുദ്ധിമുട്ടുകൾ മാക്സിമം കുറയ്ക്കാമല്ലോ എന്ന് വെച്ചിട്ട് കൂടിയാണ് രാത്രിയിൽ ആ ഒരു യാത്ര എടുത്തതുണ്ടായിരുന്നത്. ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഞാൻ പൊതുവായിട്ട് ബ്രസ്റ്റ് മിൽക്ക് ഈ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ എക്സസ്സായിട്ട് പാല് ഇങ്ങനെ ബോട്ടിലായിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട്. നമുക്കപ്പോൾ ഈ ബ്രസ്റ്റ് മിൽക്കൊക്കെ പുറത്തേക്ക്, ഇപ്പോൾ നമ്മൾ പുറത്ത് യാത്ര ചെയ്യുകയാണെങ്കിലൊക്കെ 4 മണിക്കൂറോളം കേടുകൂടാതിരിക്കും. ഇങ്ങനെ ബ്രസ്റ്റ് മിൽക്ക് ഞാൻ ബോട്ടിലായിട്ട് സൂക്ഷിച്ചതുകൊണ്ട് തന്നെ ഫ്ലൈറ്റിലെത്തുന്നത് വരെ അവൻ ഇങ്ങനെയൊക്കെ ഞാൻ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോർമുല മിൽക്കിൻ്റെ പൗഡറും അതിനുള്ള വെള്ളമൊക്കെ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് അവൻ കൂടുതൽ ഫീഡ് ചെയ്യുകയാണെങ്കിൽ അവനെ മാക്സിമം കംഫർട്ടബിൾ ആക്കി നോക്കുക, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവനിങ്ങനെ പാലൊക്കെ കൊടുത്തു. അവൻ നല്ല കംഫർട്ടബിളായിരുന്നു. പിന്നെ ബ്രസ്റ്റ് മിൽക്കാണല്ലോ, അപ്പോൾ അവന് ആ ഒരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. സാധാരണ അവനങ്ങനെ ആവാറില്ല, കരയാറൊന്നുമില്ല. അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഡയറക്റ്റ് ഫീഡ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ബോട്ടിലുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. അവന് എന്തൊക്കെയാണ് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ, പിന്നെ അവൻ്റെ ടോയ്സ്, അതൊക്കെ അവൻ്റെ തന്നെ കുഞ്ഞൊരു ബാഗിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു ബാഗിൽ കുട്ടിയുടേതായിട്ടുള്ള ഇങ്ങനെ ഫീഡിങ് കാര്യങ്ങൾ, ബോട്ടിലുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു ബാഗിലുണ്ടായിരുന്ന ഹാൻഡ് ബാഗിൽ. അവൻ്റെ കുഞ്ഞു ടോയ്സൊക്കെ കൊണ്ടിട്ട് അവൻ്റെ സ്ട്രോളറിൽ വയ്ക്കാനുള്ള കുഞ്ഞൊരു ബാഗിൽ ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ചു.
പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജുവൽ ജംഗ് എയർപോർട്ടിൻ്റെ അടുത്ത് അകത്ത് നമുക്ക് ചെക്ക് ഇൻ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ്. ഒരുപാട് കൗണ്ടർ ഉണ്ട്, നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയി ചെക്ക് ഇൻ ചെയ്യാം. പിന്നെ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ അവതാറിൻ്റെ ഒരു സെറ്റ് ഈ എയർപോർട്ടിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുപാട് ടൈം ഉണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുമായിരുന്നു. വേറൊരു പരിപാടി കഴിഞ്ഞ ക്രിസ്മസിന് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് പോലെയായിരുന്നു കേട്ടോ ഉണ്ണിക്കുട്ടൻ നാട്ടിലേക്ക് പോയത്. അവനെ കാത്തിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, ക്രിസ്മസ് പാപ്പ പോലെയായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ ആ ഒരു യാത്ര. ഭയങ്കര സ്പെഷ്യലായിരുന്നു. അവൻ ജനിച്ചതും അവൻ്റെ ഒരു നാട്ടിലേക്കുള്ള യാത്രയും അവൻ്റെ ഫങ്ഷൻസും ഒക്കെ സ്പെഷ്യലി നന്നായിട്ട് മാർക്ക് ചെയ്യുന്ന ഡേറ്റ്സിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര തന്നെ ക്രിസ്മസിൻ്റെ അടുത്ത്, ക്രിസ്മസിൻ്റെ തലേന്ന് അല്ലെങ്കിൽ രാത്രി ഇവിടെ നിന്ന് പോന്നിട്ട് ക്രിസ്മസിൻ്റെ അന്നാണ് അവൻ നാട്ടിലെത്തിയത്. അപ്പോൾ ആ ഒരു യാത്ര ഞങ്ങൾ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല, ആ ഡേറ്റ് ഒന്നും. ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഇതിൽ പറയുകയാണ് കേട്ടോ, അവരെ മാക്സിമം നമ്മൾ ഫീഡ് ചെയ്യാൻ മടി കാണിക്കാണ്ടിരിക്കുക. മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ ഫീഡ് ചെയ്യാൻ നോക്കുക. എനിക്ക് അതിലൊരു മടി ഉണ്ടായിരുന്നില്ല. ഞാൻ അവനെ മാക്സിമം കംഫർട്ടബിൾ ആക്കിയാലേ ഞാൻ കംഫർട്ടബിൾ ആവുന്നുള്ള ഒരു ഇതുണ്ട് എനിക്ക്. അതുകൊണ്ടായിരുന്നു അവനെ മാക്സിമം ഞാൻ ഫീഡ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയുള്ള പരിപാടികൾ ഞാനന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെയുള്ള വീഡിയോ ഒന്നും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. ഇമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ഷോപ്പുകളിലൊക്കെ കയറി കാണുക എന്നുള്ളതായിരുന്നു മറ്റൊരു പരിപാടി. അതൊക്കെ കാണുന്നതിനിടയിൽ നമുക്ക് നമ്മുടെ സിംഗപ്പൂരിലുള്ള ഡോളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇന്ത്യൻ മണിയിലേക്ക് ആക്കാനുണ്ടായിരുന്നു. അപ്പോൾ മണി എക്സ്ചേഞ്ചിൽ പോയി ക്യാഷൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു. പിന്നെ ക്രിസ്മസ് തലേന്നായതുകൊണ്ട് തന്നെ എല്ലാവരും നാട്ടിൽ പോകാനുള്ള ഭയങ്കര തിരക്കായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോവിഡൊക്കെ ഒരു സമാധാനമായിട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരുപാട് കാലത്തിന് ശേഷം ഫാമിലിനെയൊക്കെ കാണാനുള്ള ഭയങ്കര സന്തോഷം എല്ലാവരുടെ ഫേസിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തൊരു ടെക്നിക്കാണ്, അവന് വേണ്ടിയിട്ട് പുതിയ ടോയ്സ് വാങ്ങിയ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അന്ന് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കോക്കോമെലൻ്റെ ജെയും പിന്നെ ഈ ഒരു ബേബി ഷാർക്കും. അപ്പോൾ അത് രണ്ടും ആദ്യമായിട്ട് കിട്ടിയ ഒരു സാധനം ആയതുകൊണ്ട് തന്നെ, പുതിയതായതുകൊണ്ട് തന്നെ അവൻ നല്ല കളിയായിരുന്നു അതിൽ. അങ്ങനെ കുറേ സമയം അവന് ഇങ്ങനെ എൻഗേജ്ഡായി നിന്നു. അത് നല്ലൊരു ടെക്നിക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിനി ഇങ്ങനെ ഒരു യാത്ര പോവുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ പുതിയ ടോയ്സ് കൊടുക്കുക. അപ്പോൾ അവർ കുറേ നേരം പുതിയതല്ലേ, അപ്പോൾ അതിൻ്റെ പിന്നിലായിക്കോളും അവർ കുറേ നേരം പോയിക്കോളും. മൊട്ടത്തലയും ഉമ്മ വയ്ക്കണേ, മൊട്ടത്തലയും ഉമ്മ വയ്ക്കാണ് ഇവിടെ പൊന്നിപ്പ. ഹലോ മിസ്റ്റർ ഗിരിധർ. ഹലോ ഗിരിധർ, എങ്ങോട്ട് പോവാണ്? നാട്ടിൽ പോവാണോ? നാട്ടിൽ പോവല്ല നമ്മള്, കേരളത്തിൽ പോവാണോ? ഉണ്ണിക്കുട്ടൻ നാട് വിട്ടിട്ട് കേരളത്തിൽ പോവാണോ? ഉണ്ണി കേരളത്തിൽ പോവാണോ? കേരളത്തിൽ പോണ്ടേ? ഉണ്ണിയുടെ നാട്ടിൽ നിൽക്കാൻ മതിയോ? നമുക്ക് നാട്ടിൽ പോണ്ടേ? എല്ലാരും കാണണ്ടേ? പൊന്നാ എല്ലാവരും കാണണ്ടടാ. ക്രിസ്മസിനുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലികളായിരുന്നു യാത്ര ചെയ്യാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത ഈ ഒരു യാത്രയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കരച്ചിലൊക്കെ ഈ ഒരു ഫ്ലൈറ്റിൽ സാധാരണ ആയിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഉണ്ണിക്കുട്ടാ, പിന്നെ
നമ്മൾ കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്യുമ്പോഴുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ കയറുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മളെ ഫാമിലികളെ അവർ ഉള്ളിലേക്ക് കയറ്റി വിടും. അപ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കുട്ടികളൊക്കെ അവിടെ ഇരുത്തി അവരെ ഇഷ്ടമൊക്കെ നോക്കിയിട്ട് ഇരുത്താനൊക്കെ പറ്റും. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഉണ്ണിക്കുട്ടന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അവന് ചെവി വേദന, അങ്ങനെ കുഞ്ഞു കുട്ടികൾ കേൾക്കാറ്, അങ്ങനെയുള്ള പ്രശ്നമൊന്നും ആ സമയത്ത് അവനുണ്ടായിരുന്നില്ല. പിന്നെ അവൻ നല്ല ഉറക്കമായിരുന്നു. കണ്ടോ, അവനൊന്നും അറിയില്ല, നല്ല കുട്ടിയായിട്ട് ഉറങ്ങായിരുന്നു. പിന്നെ ഞങ്ങൾ യാത്രയ്ക്ക് തിരഞ്ഞെടുത്തത് സിംഗപ്പൂർ എയർലൈൻസ് ആണ്. ലോകത്തിലെ തന്നെ മികച്ച എയർലൈൻസിലെ ഏറ്റവും നല്ലൊരു ഇതുള്ളത് സിംഗപ്പൂർ എയർലൈൻസ് ആണ്. അതുകൊണ്ട് തന്നെ യാത്രകൾ കുറേ സ്മൂത്തായിരുന്നു കേട്ടോ. ടേക്ക് ഓഫ് ഒന്നും കാര്യമായിട്ട് നമ്മൾ അറിഞ്ഞില്ല. നമ്മുടെ സീറ്റിൻ്റെ ആ ഒരു ചുറ്റുപാട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അവൻ്റെ കളിപ്പാട്ടങ്ങൾ, അവൻ്റെ പാലിൻ്റെ കുപ്പി, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും രാത്രി നല്ല ഉറക്കത്തിലൊക്കെ ആയിരുന്നു. ഒന്ന് ഉറങ്ങി ഉണ്ണിക്കുട്ടൻ എണീറ്റു. കണ്ടോ, 2 കണ്ണും വെച്ചിട്ട് അവൻ്റെ കോക്കോമെല്ലം കാണുമായിരുന്നു. ഏറ്റവും രസകരമായിട്ട് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ കാർട്ടൂൺ ഇട്ടിട്ട് അതിൽ കാണുന്നത്. നമ്മൾ പോകുന്ന യാത്രയിലൊന്നും ഞാൻ ഇതുവരെ കാർട്ടൂൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ കാർട്ടൂൺ കണ്ടിട്ട് നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണമെന്ന് തോന്നുന്നു. ഉണ്ണിക്കുട്ടൻ ഉണ്ടായതുകൊണ്ട് തന്നെ അവന് നല്ല ഇഷ്ടമാണ്. അവന് കോക്കോമെലണിലെ ആ ഡക്കിൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ലാൻഡിങ്ങിൻ്റെ സമയത്ത് ഉണ്ണിക്കുട്ടൻ ഉണർന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല കരച്ചിലുണ്ടായിരുന്നു. നമുക്ക് തന്നെ ചിലപ്പോൾ ആൾക്കാർക്കൊക്കെ ചെവി നന്നായിട്ട് വേദനിക്കുമല്ലോ മർദ്ദത്തിൻ്റെ വ്യത്യാസമുള്ള സമയത്ത്. പക്ഷേ ഉണ്ണിക്കുട്ടന് നല്ല പെയിൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അവൻ നല്ല കരച്ചിലായിരുന്നു. ഞാൻ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അവനെ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക. അവനെ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തുണ്ടെന്ന് അവനെ ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവനെ കരപ്പിക്കാതെ ഇരിക്കാനുള്ള പല പരിപാടികൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. മാക്സിമം അവനെ കരയാണ്ട് നോക്കി. ആ ഒരു ടൈമിൽ അവിടെ അമ്മയുടെ ഒക്കെ പ്രായമുള്ളൊരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ആ ചേച്ചി നന്നായി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്നെ അപ്രീഷിയേറ്റൊക്കെ ചെയ്തു. ഞാനിത് സാധാരണ ചെയ്യുന്ന കാര്യമാണല്ലോ എന്നുള്ളതായിരുന്നു. പക്ഷേ അവർ പറയുന്ന പിന്നെ എനിക്ക് മനസ്സിലായത് ഒരുപാട് അമ്മമാർക്ക് ഇപ്പോഴും കുറച്ച് ആൾക്കാർക്കൊക്കെ മടിയാണ് പാലൊക്കെ കൊടുക്കാൻ. എന്താണ് എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും. പക്ഷേ നമ്മൾ മടിക്കൊന്നും വിചാരിക്കേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് നമ്മളാൽ കഴിയുന്ന ആ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അവരെ മാക്സിമം കരയാതെ നോക്കാം. അങ്ങനെ എല്ലാ എയർപോർട്ടിലെ ഫോർമാലിറ്റികളും കഴിഞ്ഞിട്ട് ലഗേജൊക്കെ കിട്ടാൻ ഞങ്ങൾ കാത്തിരിക്കുന്നതിന് മുന്നുള്ള അവിടെ ഇരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഞാനും ഉണ്ണിക്കുട്ടനും ഒരു പ്രതിമയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളെ കാത്ത് ഫാമിലി പുറത്തുണ്ടാവും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനെ ആദ്യമായിട്ട് ഉണ്ണിയെ ആദ്യമായിട്ട് എല്ലാവരും കാണുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. രണ്ടുപേരും നല്ല സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഉണ്ണി നാട്ടിലെത്തിയോ? വാഴ കണ്ടോ?
വാഴ കണ്ടോ? നാല് എവിടൊക്കെയാ നോക്കണ്ടത്? ഇവിടുത്തല്ലേ ഉണ്ണീര് വണ്ടി ഉണ്ടോ? എയർപോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ എന്തോ ആ ഒരു ടോയും പിന്നെ ആൾക്കാരും തിരക്കും ഒക്കെ കൂടി കണ്ടപ്പോൾ ഉണ്ണിക്കുട്ടൻ എന്തോ ഒരു പ്രശ്നം ഇതായതാണ്. പക്ഷേ ആ കുറച്ച് നേരം ഉണ്ടായിരുന്നുള്ളൂ. അവൻ കാറിലൊക്കെ കയറിയപ്പോൾ അവൻ റിലാക്സ്ഡായി. പിന്നെ ഉണ്ടോ രാവിലെ ആയപ്പോഴേക്കും ഇവരോട് നല്ല ഇതായി. പൊതുവെ അവൻ അങ്ങനെ തന്നെയാണ്, എല്ലാവരോടും പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന ഒരു ടൈപ്പ് കുഞ്ഞാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സുഖമായിരുന്നു. ഇവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ, ഉണ്ണി ഞങ്ങളുടെ അടുത്തേക്ക് വരില്ലേ. ഉണ്ണിക്കുട്ടൻ നാട്ടിലെത്തിയിട്ട് ഞങ്ങളോടൊന്നും വരുന്നില്ല, ഞങ്ങളുടെ അടുത്തേക്കൊന്നും വരുന്നില്ല. കരച്ചിലൊക്കെ ആണെങ്കിൽ ചേച്ചി അടുത്ത ഫ്ലൈറ്റ് തന്നെ ഉണ്ണിനെ കൊണ്ട് വെക്കുമെന്നൊക്കെ തമാശയ്ക്ക് അനിയൻ പറയുമായിരുന്നു. പക്ഷെ എന്തോ ഇവർ തമ്മിൽ ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു. വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവൻ്റെ അടുത്തുള്ള കളികളൊക്കെ ആയി. മാമൻ്റെ അടുത്ത് ഇവൻ ഭയങ്കര അറ്റാച്ച്ഡാണ്, അതുപോലെ ഇവൻ്റെ പാപ്പൻ്റെ അടുത്തും. ഇവരോട് രണ്ടുപേരോടും നല്ല കണക്ഷനാണ് ഉണ്ണിക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഉണ്ണിക്കുട്ടൻ്റെയും ഞങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ട് ഇനി എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.